നമസ്കാരം. വാരഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വാരത്തിൽ ആദ്യം മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ വാരത്തിൽ ഈശ്വര അനുഗ്രഹത്താൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. സംസാരത്തിലൂടെ എല്ലാവരെയും വശത്താക്കുവാൻ സാധിക്കുന്ന ഈ വ്യക്തികൾ ഈ ഒരു വാരത്തിൽ അവരുടെ സംസാരം മൂലം തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ പോയി അകപ്പെടുകയും അത് മുഖാന്തരം മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടാകുക, ബിസിനസ്സിൽ സാമ്പത്തികമായി പിന്നോട്ട് വരിക, ജോലി സംബന്ധമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, വിദ്യാർത്ഥികൾക്കിടയിൽ അവർക്ക് ഉണ്ടായിരുന്ന അംഗീകാരങ്ങളും ബഹുമാനങ്ങളും കുറഞ്ഞു വരിക എന്നിങ്ങനെയുള്ള ദോഷഫലങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വാരമാണ്. ഈ രാശിക്കാർ ഈ ഒരു വാരത്തിൽ അവർ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. എന്നിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ അവർ പ്രതീക്ഷിക്കുന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കാതെ മാനസികപരമായി വിഷമങ്ങളുണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അവർ ആത്മാർത്ഥമായ രീതിയിൽ പരിശ്രമിച്ചാൽ മാത്രമേ ജീവിത വിജയത്തിലും അതുപോലെ തന്നെയാണ് പരീക്ഷകളുടെ വിജയത്തിലും ഒന്നാമതും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ചിലവുകളും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഈ വാരത്തിൽ നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ശ്രീ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്കുള്ള ദോഷ ഫലങ്ങൾ കുറഞ്ഞു വരുവാൻ ഇത് സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഇവർ ആഗ്രഹിച്ച ചെറിയ കാര്യങ്ങൾ പോലും ഇവർക്ക് ലഭിക്കാതെ വിഷമത്തിൽ എത്തിച്ചേരുന്നൊരു സാധ്യതയാണ് കാണുന്നത്. എന്നാൽ മറ്റൊരു ഗുണപരമായ കാര്യം, ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾ, ഈ നക്ഷത്രത്തിലുള്ള വ്യക്തികൾക്ക് ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം കുറയുകയും അതുപോലുള്ള ഉപയോഗം ഉണ്ടായിരുന്ന വ്യക്തികൾ അതിൽ നിന്നും പിന്മാറുകയും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ശത്രുക്കളായി മാറുകയും ശത്രുക്കൾ നിങ്ങൾക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുവാനും സാധ്യതയുണ്ട്. അനാവശ്യമായ തർക്കങ്ങളിൽ നിങ്ങൾ പോയി ഏർപ്പെടാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഒരു വാരത്തിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുവാൻ വേണ്ടി വളരെ അധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം കൂടെ തന്നെ കാണുന്നുണ്ട്. എന്ത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും തടസ്സങ്ങൾ വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിങ്ങളെ തേടി വരുന്നത്. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം കൂടിയ വ്യക്തികൾ ഈ ഒരു വാരത്തിൽ നിങ്ങളുടെ സഹായം മൂലം അത് നിങ്ങൾക്ക് തന്നെ പേരുദോഷം കേൾക്കുവാൻ സാധ്യതയുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിക്കുകയും മുതിർന്ന വ്യക്തികളോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സാഹിത്യകാരന്മാർക്ക് ഈ ഒരു വാരത്തിൽ ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന വാരം തന്നെയാണ്. ഈ ഒരു വാരത്തിൽ നിങ്ങൾ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് തൊഴിലിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധിക്കുന്ന ഒരു കാലം തന്നെയാണ്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ധനം നേടുവാൻ സാധിക്കും. സർക്കാരിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ
കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായും ഈ ഒരു വാരത്തിൽ വന്നു ചേരും. ബിസിനസ്സിലും നേട്ടമുണ്ടാകുവാൻ സാധിക്കുന്ന വാരമാണ്. ജോലിസ്ഥലത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത്രയും സൗഭാഗ്യങ്ങൾ ഈ ഒരു വാരത്തിൽ നിങ്ങളെ തേടിയെത്തിയാലും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുകയും അതിലൂടെ നിങ്ങളുടെ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈ ഒരു വാരത്തിൽ നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കന്നിരാശി. കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളിലൂടെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ ഒരു വാരത്തിൽ നിങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിലും അവരുടെ സ്വഭാവങ്ങളുടെ കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുകയും അതുമൂലം മാനസികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വാരം തന്നെയായിരിക്കും. പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ തേടി വരാനിരിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതും നല്ലതായിരിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലെല്ലാം എത്തിച്ചേരുവാൻ കാലതാമസം എടുക്കുന്നതിനാൽ എന്ത് കാര്യം ആഗ്രഹിക്കുമ്പോഴും ഉടനെ ലഭിക്കണം എന്ന് വാശി പിടിക്കാതിരിക്കുക. ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാരത്തിൽ വിജയത്തിൻ്റെ ഒരു മുന്നോടിയായി അതിൻ്റെ നേട്ടത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഈ ഒരു വാരത്തിൽ ശ്രീ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും ദേവിയെ പൂജിക്കുകയും ദേവിയുടെ നാമങ്ങൾ ഉരുവിടുകയും ക്ഷേത്രദർശനം ചെയ്യുകയും നല്ലതാണ്. തുലാം രാശി. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ സുഖവും ദുഃഖവും മാറി മാറി അനുഭവത്തിൽ വരുന്ന ഒരു വാരം തന്നെയാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് രോഗ അവസ്ഥ കൂടുതലായി തോന്നുന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യപരമായി പ്രശ്നങ്ങൾ വരുവാൻ സാധ്യത കുറവാണ്. മാനസികപരമായി നിങ്ങളൊരു രോഗിയാണെന്ന് മനസ്സിൽ കാണുകയും പല കാര്യങ്ങളിലും പിന്നിലോട്ട് വരുവാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങളുടെ മാനസികപരമായ ബലത്തിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കും. എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ കൂടെ തന്നെ ഉണ്ട്. ഈ ഒരു വാരത്തിൽ നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതെ മാറി നിന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം. ഹനുമാൻ സ്വാമി ക്ഷേത്രദർശനം നടത്തി ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ പലതും മാറിക്കിട്ടും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് വിവാഹാലോചനപരമായി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങുന്നു എന്നുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ഈ ഒരു വാരത്തിൽ കണ്ടെത്തുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയം വിജയത്തിലെത്തുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി സ്നേഹത്തിലാവാനുമെല്ലാം സാധ്യത കൂടുതലായി കാണുന്നൊരു വാരമാണ്. എന്നിരുന്നാൽ കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകുക, വാക്തർക്കങ്ങൾ ഉണ്ടാകുക എന്നിങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനിരിക്കുന്നു. സംസാരം വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ഈ ഒരു വാരത്തിൽ മുരുകസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ പലതും മാറിക്കിട്ടുകയും ജീവിതത്തിൽ സന്തോഷകരമായൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ധനുരാശി. ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർ നിങ്ങൾ കലാകാരാണ് എന്നുണ്ടെങ്കിൽ കലാരംഗത്ത് ഒരുപാട് അംഗീകാരങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഈ ഒരു വാരം കലാപരമായിട്ടുള്ള നേട്ടങ്ങൾ വരികയും നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തുഷ്ടരായി മറ്റു പല രാജ്യങ്ങളിലോട്ട് ഇതിൽ മുഖാന്തരം പോകുവാനും അല്ലെങ്കിൽ ദൂരസ്ഥലത്ത് യാത്ര ചെയ്യുവാനും അതുമല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഉയർച്ചകൾ കലാപരമായ നിങ്ങളുടെ കഴിവിനൊരു അംഗീകാരം എന്ന വണ്ണം ഒരുപാട് അവസരങ്ങളും നേട്ടങ്ങളും ധനലാഭങ്ങളും വന്നു ചേരുന്ന സമയം തന്നെയാണ്. ജോലിയുടെ ഒരു
ഭംഗിയും പൂർണ്ണതയും നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കും. ജോലിയിൽ മറ്റുള്ളവർ തൃപ്തരാകുകയും ധനലാഭമുണ്ടാകുകയും ചെയ്യുന്നൊരു വാരം തന്നെയാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വളരെ മോശം കാലഘട്ടമാണ്. വിദ്യാഭ്യാസപരമായി അവർക്ക് പുറകിലോട്ട് പോകേണ്ടി വരും. നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്ത് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ വിജയത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വാരത്തിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക. കൂടുതലും സർപ്പദൈവങ്ങളെയോ അല്ലെങ്കിൽ രാഹു കേതു ക്ഷേത്രങ്ങളിലോ നവഗ്രഹ ക്ഷേത്രങ്ങളിലോ ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും, ലോണുകൾ ലഭിക്കും, സാമ്പത്തിക നേട്ടമുണ്ടാകും. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പേപ്പറുകളെല്ലാം ഈ ഒരു വാരത്തിൽ ശരിയായി വരും എന്ന് കരുതി കാത്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. നിങ്ങൾക്ക് തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. പരീക്ഷകളിലെല്ലാം പരാജയങ്ങൾ വന്നു ചേരുന്നൊരു കാലഘട്ടമാണ്. പരീക്ഷകൾ എഴുതുന്നവർ, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരും വളരെ അധികം സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ വളരെ തയ്യാറെടുപ്പോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പരാജയം നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം ഇരട്ടിയായി ചെയ്യുക. ഈ ഒരു വാരത്തിൽ നിങ്ങൾ രൗദ്ര ദേവതകളെ പ്രാർത്ഥിക്കുക. ദുർഗ, ഭദ്ര, ചാമുണ്ടീശ്വരി എന്നിങ്ങനെ ദേവതയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ആരാധിക്കുക ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് സഹോദരങ്ങളിൽ നിന്നുള്ള സഹായമുണ്ടാകും, സാമ്പത്തികപരമായ നേട്ടമുണ്ടാകുകയില്ല ചെയ്യുന്നുണ്ട്. ഊഹക്കച്ചവടം ചെയ്യുന്നവർ സൂക്ഷിക്കുക. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നൊരു വാരം തന്നെയാണ്. നിങ്ങൾ രൗദ്രദേവത ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. കുംഭം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് വരുമാനം പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഇരട്ടിയായി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായി ബിസിനസ് ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നഷ്ടം ഉണ്ടാകുവാനും അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് പോകുവാനും സാധ്യതയുണ്ട്. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ അവർക്ക് മാനസികപരമായി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കും ഈ ഒരു വാരത്തിൽ വന്നു ചേരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ശാരീരികപരമായി ചെറിയ പരിക്കുകളോ അല്ലെങ്കിൽ രോഗബുദ്ധിമുട്ടുകളോ ഇങ്ങനെ ഉണ്ടാകുകയും അത് ജോലിയെ ബാധിക്കുകയും ചെയ്യുന്നൊരു വാരമാണ്. പുതിയ വീട് വയ്ക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ വീടിന് വേണ്ടി ഇറങ്ങുമ്പോൾ ധനപരമായ കാര്യങ്ങൾക്ക് ഒരു തടസ്സം കൂടെ തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാരത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാനെ പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഉറ്റ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതായി ഈ ഒരു വാരത്തിൽ കാണുവാൻ സാധിക്കും. അവരുടെ സഹായം കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും വന്നു ചേരുന്നു. ജീവിതത്തിൽ സാമ്പത്തികം, വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണം, വിലപിടിപ്പുള്ള രേഖകൾ ഇവയെല്ലാം നഷ്ടപ്പെടുവാനോ കളഞ്ഞു പോകാനോ മോഷണം പോകുവാനോ മറന്നു വയ്ക്കുവാനോ എല്ലാം സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇവയെല്ലാം സൂക്ഷിക്കുക. നിങ്ങളുടെ വാസസ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനും അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് യാത്രകൾക്ക് പോകുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവ ഏതായാലും ശരി, യാത്രകളിലൂടെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരിക, മാനസികപരമായ ബുദ്ധിമുട്ടുണ്ടാകുക, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്കും വളരെ മോശമായ ഒരു വാരം തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വാരത്തിൽ നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.